എനിക്കൊരു ചെറിയ പണി കിട്ടി. ഗുഡ് മോർണിംഗ് ഫ്രം ചണ്ഡീഗഡ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു. അവരൊക്കെ ഈ വണ്ടിയിലുണ്ട്. നമുക്കിതാണ് അവസ്ഥ. വണ്ടി ഇപ്പോൾ ഫുള്ളായിട്ട് ഓഫായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു രക്ഷയില്ല പറയാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇന്നലെ തൊട്ട് ഭയങ്കര മിസ്സിംഗ് ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റർ എങ്ങനെയൊക്കെയോ ഓടിച്ചോണ്ട് ഇങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് പോകുന്നിട്ട് അംബാല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ തൊട്ട് വണ്ടി ഫുള്ള് ഇങ്ങനെ ഓഫായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി ഹൈ സ്പീഡിൽ പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ സ്ലോ സ്പീഡിൽ വന്നിട്ട് കംപ്ലീറ്റ് ഓഫാവണം. അപ്പോൾ എന്താണെന്നറിയില്ല, ടാങ്കിൽ ഇനിയിപ്പോൾ എയർ പമ്പിൽ ഇത് കയറിയതാണോ അതോ വേറെ എന്തെങ്കിലും സംഭവമാണെന്ന് അറിയാൻ പാടില്ല. ചണ്ഡീഗഡ് ഷോറൂമിലേക്ക് കൊണ്ടുപോവാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാമ്പോൾ ആൾക്കാരെ തെരുവിൽ മൊത്തം കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് വീടല്ലേ. ചണ്ഡീഗഡ് റോയൽ എൻഫീൽഡ് ഷോറൂമാണിത്. എൻ്റെ പൊന്നെ, പഞ്ചാബികൾ മൊത്തം എന്നെ തെറി വിളിച്ച് കൊന്നു. ഒരുത്തൻ വന്നിട്ട് ഇതും ഇടിച്ചിട്ടിട്ട് പോയി. ഒരുത്തനെ ഞാൻ ഇത് കിടന്ന് ട്രോട്ടിൽ കൊടുക്കണ്ട അവനറിയാൻ പാടില്ലല്ലോ. അവൻ വന്നിട്ട് ഇതും ഒരു തട്ട് ഒരുത്ത ഇതുമ്പോ തട്ടി. ഒരുത്ത വന്നിട്ട് പഞ്ചാബിൽ എന്തോ തെറിയും പറഞ്ഞു. അത് ഫോണിനുണ്ട് എന്ന സാധനം. ഇത് മൗണ്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി. കണ്ടോ? റൊട്ടേഷൻ ഒന്നുമില്ല, ഇതിങ്ങനെ ഫോൺ അപ്പം തന്നെ എടുക്കാം. ഇത് ഏത് സൈഡിൽ വേണമെങ്കിലും മൗണ്ട് ചെയ്യണം. ബാക്കിലോട്ടും ആണോ? ദൈവം അവിടെ വരെ ഇതിൽ കൂടെ പോവോ? यहाँ पे लेके आने के लिए बोला था, थोड़ा कंप्लेंट है इसमें. थ्रॉटल गाड़ी ऑफ हो रहा है. ഫിലിം ഷൂട്ട് ചെയ്ത് സത്യത്തിൽ ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇവിടെ എവിടെയാണോ ആ സംഭവം ഷൂട്ട് ചെയ്തത്, പക്ഷെ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഉള്ളിൽ തന്നെയാണ് ചെയ്തത്. फिर भी कोई प्रॉब्लम है लेट मी नो. अगर आपने अपनी भी गाड़ी को चेक करानी है वैसे तो ठीक है. अगर इनके कोई भी प्रॉब्लम है लेट मी, क्योंकि कहीं ना कहीं रास्ते में मैकेनिक्स अपने होते हैं, कहीं कुछ भी हो सकता है. इवन जाते हुए दिल्ली तक कोई दिक्कत आ जाए, दिल्ली में मैं दिल्ली तक मैं करवा सकता हूँ. कुछ भी दिल्ली में दिक्कत आ जाए मैं डीलरशिप जो पास में मेरे रोड है. थैंक यू. ओके सर. ओके जी, थैंक यू जी. ബില്ലൊന്നും ടോട്ടലി സംഭവം 0 ബില്ലാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ കാലത്ത് കൊടുത്ത വണ്ടി വൈകിട്ടത്തേക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഇതിൻ്റെ മെയിൻ ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. മൻമോഹൻ സിംഗ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്.
വണ്ടിക്ക് എന്താ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇഞ്ചക്ടറും കംപ്ലൈൻ്റായി വണ്ടിയുടെ, പിന്നെ ഒരു പ്ലഗും കംപ്ലൈൻ്റായി. അപ്പോൾ അത് മൊത്തം 2 വാറണ്ടിയിൽ ചേഞ്ച് ചെയ്ത് തന്നു. അതും ആദ്യം തന്നെ നമ്മൾ വണ്ടി കൊടുത്തിട്ട് അവർ പറഞ്ഞു സാധനം സ്റ്റോക്കില്ല, എന്നും റോയൽ എൻഫീൽഡ് പറയുന്ന സംഭവം തന്നെ പറഞ്ഞ്. പിന്നെ നമ്മളിവിടെ ഫ്രണ്ടിൻ്റെ അങ്കിൾ ഇവിടെ കുറച്ച് ഹോർഡുള്ള ആളായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓണർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് ഇത്രയും ഓടിച്ചു വന്നാണ്, ഇങ്ങനെ പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടെങ്കിലും പുള്ളി സ്റ്റോക്ക് പുള്ളിയുടെ വേറെ സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നു. ഭയങ്കര ഹെൽപ്പായി പോയി. അങ്ങനെ വണ്ടി ശരിയായെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം മിസ്സിങ് സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതിനു മുമ്പും ഈ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ടാങ്ക് കഴിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് ഇറക്കിയത്. എന്നിട്ടും ഫൈനലി ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ആൾക്ക് നല്ല കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും വിളിച്ചോളൂ, ആൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആൾ നമ്പറൊക്കെ തന്നിട്ട് ആളുടെ ഷോറൂമിൽ നമ്മൾ ചണ്ഡീഗഡ് സംഭവങ്ങളൊക്കെ വരാണെങ്കിൽ ഈ ഭാഗത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഷോറൂമിൽ വിസിറ്റ് ചെയ്തിട്ട് പേരും ഓർക്കാൻ എളുപ്പമുണ്ട്, മൻമോഹൻ സിംഗ്, ആളുടെ ഷോറൂമിൽ ചെന്നാൽ മതി. ആൾ ഡെഫിനറ്റായിട്ടും ഹെൽപ്പ് ചെയ്യും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും മാറ്റി. ട്രെയിൻ കയറി വന്നപ്പോൾ ഈ സംഭവം ഒടിഞ്ഞു പോയായിരുന്നു. അത് കാരണം അത് ഇളകുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ നാളെ കാലത്ത് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ വിൽ സീ ഓൺ ഡേ 3 ഓൺ